പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരത്തിന് സ്നേഹം നിറഞ്ഞവർ നമ്മളിന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കപ്പെടുന്നുവെന്ന് നമുക്കറിയാം. പലപ്പോഴും പല കുടുംബങ്ങളിലും ഓരോ ബുദ്ധിമുട്ടിൻ്റെയും വേദനയുടെയും സങ്കടത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം അവർ സ്നേഹിക്കപ്പെടുന്നില്ല എന്നതാണ്. പക്ഷേ ഒരിക്കൽ പോലും ഈ ഒരു ഭൂമിയിൽ ഉയരാത്തൊരു പരാതിയാണ് ദിവ്യകാരുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അവരാരും സ്നേഹിക്കപ്പെടാതിരുന്നിട്ടില്ല. ഈശോ അത്രത്തോളം തിരിച്ചറിയുന്ന ഒരു വ്യക്തി പോലും പരാതിപ്പെട്ടിട്ടില്ല. ദൈവസന്നിധിയിൽ ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഓരോ മക്കളും അവരൊരിക്കലും സ്നേഹിക്കപ്പെടാതെ ഇരുന്നിട്ടില്ല. സുവിശേഷവും വിശുദ്ധ ഗ്രന്ഥമൊക്കെ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ ഓരോ മനുഷ്യനോടും വളരെ ഭംഗിയായിട്ട് വിളിച്ചോതുന്നത് നമ്മൾ ഓരോരുത്തരോടും കാണിച്ച അവിടുത്തെ കാരുണ്യത്തിനപ്പുറത്തോട്ട് നമ്മൾ ഓരോരുത്തരോടും കാണിച്ച സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥവശങ്ങളാണ് തിരുവചനങ്ങളിലുടനീളം. ഓരോ നിമിഷവും നമ്മൾ സ്നേഹിക്കപ്പെടുന്ന തിരിച്ചറിവ് തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളും അതേ മനോഭാവത്തോടു കൂടി ഈ ഭൂമിയിലായിരിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഓരോ വാർത്തകളും നമുക്കറിയാം. ഓരോ ക്രിസ്ത്യാനിയും അവരായിരിക്കുന്ന മേഖലകളിൽ എത്രത്തോളം സഹനങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകൾ വാർത്താമാധ്യമങ്ങളിൽ രണ്ടമ്മമാരുടെ ചിത്രങ്ങൾ നിറഞ്ഞു നിന്നെങ്കിൽ പിന്നെയും അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. എവിടേക്ക് ക്രിസ്തുവിനെ എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ക്രിസ്തുവിനെ ഓരോ ജീവിതത്തിലേക്ക് പരിചയപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു, അവിടെയെല്ലാം അവർ തഴയപ്പെടുകയാണ്, മാറ്റി നിർത്തപ്പെടുകയാണ്. ഒന്നുപോലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ പലപ്പോഴും അവിടുന്ന് നമ്മളോട് കാണിച്ച അതേ സ്നേഹം നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തർക്കും പകർന്നു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നത്? ഇതുപോലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ അവസ്ഥ ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു? ചുറ്റുമുള്ള ഓരോ വ്യക്തികളെയും സ്നേഹിച്ചിട്ടും ചേർത്ത് പിടിച്ചിട്ടും ഈശോയ്ക്ക് അനുഭവിച്ച വേദന എന്തായിരുന്നു? സുവിശേഷത്തിലുമാകുന്നത് പോലെ തന്നെ സ്വന്തം നാട്ടിൽ പോലും അവിടുന്ന് അവഗണിക്കപ്പെട്ടിരുന്നു. നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ മുഖമായിട്ട് മാറുന്ന ഓരോ നിമിഷവും, ഓരോ മണിക്കൂറോ ഓരോ ദിവസമോ വർഷമൊന്നുമില്ല, നമ്മൾ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. മാനുഷികമായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, എന്തേ അവൻ്റെ നന്മയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളൊരാളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അഭിനന്ദനമല്ലേ അർഹിക്കുന്നത്? അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റി നിർത്തുമ്പോൾ അവരും അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ഓരോരുത്തരും എന്നെ ബഹുമാനിക്കുകയും എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ചുകൂടി സന്തോഷം കണ്ടെത്തുകയല്ലേ വേണ്ടത്? പക്ഷെ എന്തുകൊണ്ട് ആ ഒരു പേര് പറഞ്ഞ് പലപ്പോഴും എന്നെ അവഹേളിക്കുന്നു, മാറ്റി നിർത്തുന്നു, കളിയാക്കില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ കരുണയോടുകൂടി ആയിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ദൈവസന്നിധിയിൽ അവിടുത്തെ മഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ തമ്പുരാന് വേണ്ടി നമ്മൾ കരുണയോടുകൂടി വർഷിക്കുന്ന ഓരോ നിമിഷവും അവിടുത്തെ മഹിമയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. എന്ത് കാര്യമായിക്കോട്ടെ, ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ്റെ പോലും ഒരു പ്രതാപമോ അല്ലെങ്കിൽ ഒരു അഭിനന്ദനമോ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവിടുത്തെ മഹിമയ്ക്ക് വേണ്ടിയിട്ടാകട്ടെ. ഇന്ന് ഇരുൾത്താരെ ചുറ്റും നമ്മൾ വിദൂരങ്ങളിലും സുദ്വേഷങ്ങളിലും ആയിരുന്നുകൊണ്ട്, ദിവ്യകാരുടെ സന്നിധിയിലായിരുന്നുകൊണ്ട്, അവിടുത്തെ സ്നേഹത്തിൻ്റെ ആ ഒരു സന്നിധിയിലായിരുന്നുകൊണ്ട് സ്നേഹിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒരിക്കൽ കൂടി നമ്മൾ ഓരോരുത്തരും അണയുമ്പോൾ ഓർക്കുക, എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം ഓരോ നിമിഷവും പിന്നെയും എന്നെ പൊതിയുന്നുണ്ട്. 103-ാം സങ്കീർത്തനത്തിൽ
കരുണയുടെ സങ്കീർത്തനമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് ഓർത്താൽ മതി, എത്രത്തോളം അവസരങ്ങളിലാണ് അവർ സ്നേഹത്തിൽ നിന്ന് അവരകന്നു പോയത്. സ്നേഹിക്കപ്പെട്ടിട്ടും പലപ്പോഴും മാനുഷികമായിട്ടുള്ള തലങ്ങളിലേക്ക് അവരെത്തി നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും അവർ ഉയർത്തുമ്പോൾ പലപ്പോഴും അവർക്കും പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ആ സ്നേഹത്തിൽ നിന്ന് അവരും അകന്നു പോകുന്നുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് ഓരോ നിമിഷവും അവർ പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഇന്ന് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ആ സ്നേഹത്തിന് നമ്മൾ ഓരോരുത്തരെയും അവിടുന്ന് അർഹരാക്കിയത്. ആ സ്നേഹത്തിന് നമ്മൾ ഓരോ നിമിഷവും അവിടുന്ന് നമ്മളെ അർഹരാക്കിയതാണ്. എന്തുകൊണ്ട്? അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളായതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ ഹൃദയം തുറന്നു കാണിക്കുന്ന നിമിഷമാണ്. പലപ്പോഴും ഈ പറയുന്നത് പോലെ, നമ്മൾ വായിച്ചു കേൾക്കുന്നത് പോലെ, സുവിശേഷത്തിന് ഹൃദയസ്പന്ദനം കരുണയാണെന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ഓർക്കുക, ഞാനും നീയുമൊക്കെ സുവിശേഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്ന പല അവസരങ്ങളിലും ഈ ഹൃദയസ്പന്ദനമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കരുണ മറ്റുള്ള ജീവിതത്തിലേക്ക് വർഷിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഹൃദയസ്പന്ദനമായിട്ട് ഞാനും നീയുമൊക്കെ മാറുന്നുണ്ടോ? കാരണം ഒരു ഹൃദയത്തെ പലപ്പോഴും പരിശോധിക്കുമ്പോൾ അതിൽ സ്പന്ദനമില്ലെങ്കിൽ, അതിലൊരു താളമില്ലെങ്കിൽ അതിൽ ജീവനില്ല. അതുകൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല. താളമില്ലാത്തൊരു ഹൃദയമോ അതിൽ പ്രവർത്തിക്കാത്തൊരു ഹൃദയം കൊണ്ടോ ആർക്കാണ് പ്രയോജനം? ജീവിതത്തിൽ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, താളബോധത്തോടു കൂടിയല്ല, അതിനോടൊപ്പം തന്നെ ഉയർന്നിരിക്കുന്ന ഒരു ഹൃദയത്തോടു കൂടി, ഒരു ഹൃദയത്തിന് അവകാശിയായിട്ട് മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും അവർ സ്നേഹം അനുഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഉണർത്തുന്ന പരാതിയാണ്, ആ ഒരു സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. നമ്മുടെ പരാതി മാത്രമാണ് പലപ്പോഴും അത്. എത്രത്തോളം സ്നേഹിച്ചിട്ടും അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പാപം ചെയ്തിട്ടും അകന്നു പോയിട്ടും പലപ്പോഴും ഈ സ്നേഹം നമ്മൾ ഓരോ നിമിഷവും തേടി വരുന്നുണ്ട്. പക്ഷേ ആ സ്നേഹം കാണാതെ പലപ്പോഴും നമ്മൾ പോകുന്നുണ്ട്. ഒരു കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും, കുടുംബങ്ങൾക്കും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്നെ എത്രത്തോളം എൻ്റെ ദൈവം സ്നേഹിച്ചു, പരിപാലിച്ചു. പലപ്പോഴും ഒന്ന് വീണു പോകുമ്പോഴോ ഒരു വെല്ലുവിളി ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണോ നമ്മൾ പരാതിപ്പെട്ടി പോലെ ദൈവസന്നിധിയിലേക്ക് ചെന്നെത്തുന്നത്. നമ്മൾ അനുഗ്രഹിച്ചതും തൊട്ടതുമായ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആവർത്തിക്കുമ്പോൾ അതൊന്നും ദൈവസന്നിധിയിൽ ഉയർത്താതെ, അല്ലെങ്കിൽ അതൊന്നും ഓർത്താതെ സന്തോഷത്തോടു കൂടി, കൃതജ്ഞതയോടുകൂടി അവിടുത്തെ മുമ്പിലാകാതെ പലപ്പോഴും നമ്മൾ ദൈവത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളൊന്ന് തഴയപ്പെട്ട നിമിഷങ്ങളോ അല്ലെങ്കിൽ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ പോയ നിമിഷങ്ങളെ ഓർത്തിട്ടാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ അവിടുത്തെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അവിടുത്തെ സ്നേഹം അനന്തമാണെന്ന് വളരെ ഭംഗിയായിട്ട് എഴുതി ചേർക്കുന്നുണ്ട്. നമുക്കറിയാം, എത്രത്തോളം പാപം ചെയ്താലും, എത്രത്തോളം ഈ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയാലും ആ സ്നേഹം ഓരോ നിമിഷവും നമ്മളെ പിന്തുടരുന്നുണ്ട്. ആ സ്നേഹം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നവരാൻ ഓരോ നിമിഷവും ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു സ്നേഹത്തെ നമ്മൾ പിന്തുടരുന്നില്ല? എന്തുകൊണ്ട് ആ ഒരു സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നില്ല? ഇന്ന് ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും അവരുടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, അവരോരോരുത്തരുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും ജീവിപ്പിക്കണമേ. ഈ കരുണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിതാവസ്ഥകൾ, അവിടുത്തെ കരുണ നമുക്ക് ആവശ്യമുള്ള എല്ലാ മേഖലകളും ചേർത്ത് വെച്ച് വിശുദ്ധിയോടെ, സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദീപികരുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കറിയാം നമ്മൾ എത്രത്തോളം സ്നേഹിക്കപ്പെടുന്നു. ഈശോയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ എത്രത്തോളം സ്നേഹിക്കപ്പെടുന്നു. ആ ഒരു സ്നേഹിക്കപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ
നിരന്തരമായിട്ട് അനുഭവിക്കാൻ കരുണയോടുകൂടി നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ഈ ആശീർവാദം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഓർക്കുക, എൻ്റെ ജീവിതത്തിലേക്കും അവിടുത്തെ അനന്തമായ കരുണ വർഷിക്കപ്പെടുന്നുണ്ട്, ചൊരിയപ്പെടുന്നുണ്ട്. താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ദീപികരുടെ നാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ ആരാധന, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ഈശോയെ, ഞങ്ങളങ്ങേ ആശ്രയിക്കുന്നു ഈശോയെ. ആരാധന ആരാധന, സ്നേഹിക്കുന്നു ദൈവമേ. ആരാധന ആരാധന ആരാധന, ഈശോയെ ഞങ്ങളങ്ങേ ആശ്രയിക്കുന്നു ഈശോയെ, ഞങ്ങളങ്ങേ മാത്രം ശരണപ്പെടുന്നു ഈശോയെ. അങ്ങനെയായിരിക്കണമേ, അങ്ങനെയായിരിക്കണമേ ഈശോയെ. ആരാധന ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും